അയ്യടാ ഈ സാരി എങ്ങനെ ഉടുക്കുക പണ്ടാൽ ആകെ പണിയായല്ല. മത്സരം ഇപ്പോൾ തുടങ്ങുകയും ചെയ്യും. ഇതെങ്ങനെ ഉടുക്കേണ്ടതെന്നുള്ള ഒരു പിടുത്തം കിട്ടുന്നില്ലല്ലോ. സുഹൃത്തുക്കളെ നമസ്കാരം. ഇവിടെ ഒരു വ്യത്യസ്തമായ മത്സരം നടക്കാൻ പോവുകയാണ്. പുരുഷന്മാരുടെ സാരി ഉടുക്കുന്ന മത്സരം, അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒരു വ്യത്യസ്തമായൊരു പരിപാടിയാണ്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് എൻ്റെ ഭാര്യ എന്നെ സാരി ഉടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഠിപ്പിച്ച് തന്നിരുന്നു, പക്ഷെ എന്നിട്ട് ശരിയായിട്ടില്ല കേട്ടാ. സുഹൃത്തുക്കളെ, ഈ മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരാൾ സർക്കാർ ഉദ്യോഗസ്ഥനും മറ്റേ ആൾ മീൻ വിൽപ്പനക്കാരനുമാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്, ഒരു വ്യത്യസ്തമായ മത്സരം. അല്ല, നിങ്ങളെ സർക്കാർ ഉദ്യോഗസ്ഥനെ മാത്രം പരിചയപ്പെടുത്തിയാൽ പോരെ, എന്നെ പരിചയപ്പെടുത്തുക. ഞാനേ മീൻ വിൽക്കുന്നവനായതുകൊണ്ടായിരിക്കും അല്ലേ. ഒരു പ്രശ്നമാക്കണ്ടെന്ന്. അടുത്തത് നമുക്ക് മീൻ വിൽപ്പനക്കാരനായ സുധാകരനെ പരിചയപ്പെടാം. സുധാകരേട്ട ഇങ്ങ് വാ. ഇതാ ഇവിടെ ഒരു ഹായ് എന്ന് പറഞ്ഞാൽ. ഹായ് ഹായ്, എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഹായ് 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 ഹായ്. സരോജനജി നമസ്കാരം. ഇതാണ് നമ്മുടെ ഈ മത്സരത്തിന്റെ ജഡ്ജസ്. ഈ സരോജനജിയാണ്. വിനോദേ, ഇതെന്റെ ഭർത്താവാണ്. ഇയാള് മീനും കൊണ്ട് വരുന്നേ, എന്റെ വീട്ടിൽ മീനും കൊണ്ട് വരുന്ന സുധാകരനാണ്. ഏച്ചി ജഡ്ജസ് തന്നെ ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇയാൾ ഭർത്താവല്ല, ഇയാൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സമ്മാനം അങ്ങനെ തൊടുവിൽ അടിച്ചു മാറ്റരുത് കേട്ടാ. എന്റെ ഭാര്യ ഒരു കാര്യം ചെയ്യും, സമ്മാനം ഇയാൾക്ക് തന്നെ കൊടുത്തേ. നാളെ മീൻ വിൽപ്പനയായിട്ട് വരുമ്പോൾ 2 മീൻ അധികം കിട്ടും. സുധാകര, എന്റെ ഭർത്താവാന്ന് വെച്ചിട്ട് ഇയാൾക്ക് അങ്ങനെ മാർക്കൊന്നും ഇടില്ല. ആരെയാ നല്ല സാരി ഉടുക്കുന്നു അവർക്ക് ഞാൻ സമ്മാനം കൊടുക്കും. എല്ലാവരും റെഡിയായില്ലേ? ഹലോ നമസ്കാരം. നമുക്ക് പുരുഷന്മാർ സാരി ഉടുക്കുന്ന മത്സരത്തിലേക്ക് കടക്കാം. വിനോദേ, സാരി ഉടുക്കുന്ന മത്സരം ഇപ്പൊ തുടങ്ങുന്നില്ലേ? എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. ജഡ്ജസായ നിങ്ങൾ ഭർത്താവിനെ തന്നെ നോക്കുന്നുണ്ട്. സമ്മാനം മിക്കവാറും നിങ്ങളെ ഭർത്താവിന് തന്നെ കൊടുക്കും. ഉണ്ടായിരിക്കണോ മനുഷ്യ, ഈ സാരി കിട്ടിയത്? അതെന്താ, ഈ സാരി നിനക്ക് ഇഷ്ടപ്പെട്ടാ? എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നീ എടുത്തോ, ഞാൻ നിനക്ക് തരാം. സാരി എനിക്ക് നല്ല പരിചയമുണ്ട്. ഇത് മീൻകാരി ജാനുവിന്റെ സാരിയാണ്. ഈ വീട്ടിൽ വരുമ്പോ ഈ സാരി കൊടുക്കാറുണ്ട്. എന്റെ ഭാര്യ ജാനു നിങ്ങളെ വീട്ടില് മീൻ വിൽക്കാൻ വരാറുണ്ടാ? മീനും കൊണ്ട് വരും. ഈ സാരി കൊടുത്തിട്ടേ വരല്. അങ്ങനെ മീൻ വെക്കാൻ പല്ലുണ്ടാവും. അല്ല, അതിനിപ്പോ എന്താ പ്രശ്നം? എന്താണ് സരണച്ചി, ഇത് വളരെ മോശമാണ് കേട്ടോ. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നവരോട് ജഡ്ജസായി നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് വളരെ മോശമാണ്. ഇവിടെ ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. എന്ത് പ്രശ്നം? ഇവന്റെ ഭാര്യയുടെ സാരി എന്റെ ഭർത്താവിന് അങ്ങനെ കിട്ടി, അതെനിക്ക് അറിയണിപ്പോ. ഈ സാരിക്ക് നല്ലൊരു സ്പ്രേന്റെ മണമുണ്ടേ. അത് നിങ്ങൾ പ്രശ്നമാക്കണ്ട. ഈ മത്സരം എങ്ങനെയെങ്കിലും നടക്കട്ടെ. ഇനിയിപ്പോ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് മത്സരം നടന്നാ മതി. അതന്നെ ഞാനും പറയുന്നത്. അങ്ങനെ മത്സരം നടക്കാൻ പറ്റില്ല. ഈ സാരി ഉടുക്കൽ മത്സരത്തിന് സാരി ഒരു പാരയായി മാറിയല്ലോ. അല്ല, നിനക്ക് എങ്ങനെ എന്റെ ഭാര്യയുടെ സാരി കിട്ടി? ചോദിക്കേ, എങ്ങനെ ആ സാരി കിട്ടി? എങ്ങനെ കിട്ടി? ഇയാളുടെ ഭാര്യ സാരി നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? പറ സാരി എടുത്താൽ നിങ്ങൾക്ക് കിട്ടി? അയാളുടെ സാരി, ഭാര്യയുടെ സാരി. നിങ്ങൾ അതിനും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണ്ട. ഈ സാരി ഉടുക്കുന്ന മത്സരം എങ്ങനെയെങ്കിലും നടക്കട്ടെ. നല്ലൊരു മത്സരല്ലേ? ഇയാൾക്ക് ചോദിച്ചത് കേട്ടിട്ടില്ലേ? എന്റെ ഭാര്യയുടെ സാരി നിനക്ക് എങ്ങനെ കിട്ടി? അതിന് ഉത്തരം പറ. ഉത്തരം പറയും മനുഷ്യ. എങ്ങനെ ഇയാളുടെ ഭാര്യയുടെ സാരി നിങ്ങൾക്ക് കിട്ടി? അല്ല ചേട്ടാ, നിങ്ങൾ സത്യം പറഞ്ഞാൽ ഈ മത്സരത്തിന്റെ സമ്മാനം നിങ്ങൾക്ക് തന്നെ തരാം അല്ലേ? സമ്മാനം കൊടുക്കാം. എന്താ വേണം? ഇയാൾക്ക് എങ്ങനെ സാരി കിട്ടി? ഞാൻ വീട്ടിലെത്തിട്ട് ഇയാൾക്ക് സമ്മാനം കൊടുത്തോളൂ. ഇയാളെന്താ അതിന് മറുപടി പറയാത്തത്? ഇവന്റെ ഭാര്യയുടെ സാരി എന്റെ കയ്യിൽ എങ്ങനെ കിട്ടി? അതല്ലേ അറിയേണ്ടത്. അതന്നെ, അതേ എനക്കറിയണ്ടു. അതിന് ഉത്തരം പറ. പെട്ടെന്ന് പറയും. ഏതായാലും മത്സരം നടക്കട്ടെ. അതുവരെ എനിക്ക് ഈ സാരി ഉടുക്കാലോ. എന്താ? അത് ശരി, ഇവൻ 2 കൊണ്ടാലേ പഠിക്കൂ. എന്റെ ഭാര്യ സാരി തന്നെ എനിക്ക് കൊടുക്കണം അല്ലടാ. വിട്, ഞാൻ പറയാന്ന് പറയാ. വിട്, അയാള് പറയുന്നുണ്ട്. അയാള് പറയും. പറയടാ, നീ പറ. എന്റെ ഭാര്യയുടെ സാരി നിനക്ക് എങ്ങനെ കിട്ടി? പറ. മതി. വിട്. നിങ്ങളുടെ ഭാര്യയുടെ സാരി അയാളുടെ കയ്യിൽ എങ്ങനെ കിട്ടി? അത് എന്തിനു ഉത്തരം അയാൾ പറയാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ചേട്ടാ. ഇയാളുടെ ഭാര്യയുടെ സാരി എന്റെ കയ്യിൽ എങ്ങനെ കിട്ടി എന്നുള്ളതല്ലേ. അത് പിന്നെ എന്താടാ നീ ആളെ കളിയാക്കുന്നത്? നിനക്ക് കിട്ടുന്നത് കിട്ടണം, എന്നാലേ നീ പഠിക്കോ കേട്ടാ. ചോദിച്ചതിന് ഉത്തരം പറടാ.